Unit 10 Strange Talk. Enjoy this poem about our animal friends. ഈ പോയം ആരെ പറ്റിയാണ്? About our animal friends. നമ്മുടെ animal friendsനെ പറ്റിയാണ്. Strange talk. എന്താണ് strange talk? വിചിത്രമായ സംസാരം അല്ലേ? എന്താണ് വിചിത്രമായ സംസാരം? നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? We are talking in മലയാളം, അതർവൈസ് ഇംഗ്ലീഷ് അല്ലേ? നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ട്രേഞ്ച് ടോക്കിനെ പറ്റിയാണ്, ഒരു വിചിത്രമായ സംസാരത്തെ പറ്റിയാണ്. എന്തായിരിക്കും സ്ട്രേഞ്ച് ടോക്ക്? നമ്മുടെ അനിമൽസ് എങ്ങനെയാണ് സംസാരിക്കുക എന്നാവും അല്ലേ? നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അനിമൽസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്താണ് അവർ പറയുന്നത് എന്ന്? ഇല്ല അല്ലേ? അതുകൊണ്ടാണ് അതിനെ സ്ട്രേഞ്ച് ടോക്ക് എന്ന് പറയുന്നത്. A little green frog lived under a log, and every time he spoke, instead of saying good morning, he only said croak, croak. ഒരു പച്ച തവളക്കുഞ്ഞ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അണ്ടർ എ ലോഗ്. ലോഗ് എന്നാൽ മരത്തടി. ഒരു മരത്തടിയുടെ അടിയിലായിരുന്നു താമസിച്ചിരുന്നത്. ആൻഡ് എവ്രി ടൈം ഹി സ്പോക്ക്. എല്ലായ്പ്പോഴും അവൻ സംസാരിക്കാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നതിന് പകരം ഹി ഓൺലി സെഡ് ക്രോക്ക്, 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 ക്രോക്ക് എന്നാണ് പറയാറുള്ളത്. നമ്മളെങ്ങനെയാണ് പറയുക? ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലേ? നമ്മുടെ ഗ്രീൻ ഫ്രോഗ് എങ്ങനെയാണ് പറയാറുള്ളത്? ലിറ്റിൽ ഗ്രീൻ ഫ്രോഗ് എങ്ങനെയാണ് പറയുക? ക്രോക്ക്, ക്രോക്ക് എന്നാണ് പറയുക അല്ലേ? ഇതാണ് സ്ട്രേഞ്ച് ടോക്ക്. നമ്മൾക്ക് മനസ്സിലാവുമോ? ക്രോക്ക്, ക്രോക്ക് എന്ന് തവളക്കുഞ്ഞ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾക്കറിയാമോ എന്താണ് അവൻ പറയുന്നത് എന്ന്? ഇല്ല അല്ലേ? അതുകൊണ്ടാണ് അതിനെ സ്ട്രേഞ്ച് ടോക്ക്, വിചിത്രമായ സംസാരം എന്ന് പറയുന്നത്. A duck lived by the waterside, and little did he lack. But when we asked, "How do you do?" he only said, "Quack, quack." A duck. ഡക്ക് എവിടെയാണ് താമസിക്കുന്നത്? വാട്ടർ സൈഡിലാണല്ലേ? ആൻഡ് ലിറ്റിൽ ഡിഡ് ഹി ലാക്ക്. ചിലപ്പോഴൊക്കെ അവൻ്റെ അഭാവത്തിൽ, അവനെ കാണാതെ ആവുമ്പോൾ ഞങ്ങൾ പിന്നീട് അവനെ കാണുമ്പോൾ എന്താണ് ചോദിക്കാറുള്ളത്? ബട്ട് വെൻ വി ആസ്ക്ഡ്. പിന്നീട് അവനെ കാണുമ്പോൾ ചോദിക്കും, ഹൗ ഡു യു ഡു? നിനക്ക് സുഖമാണോ? നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹി ഓൺലി സെഡ് ക്വാക്ക്, ക്വാക്ക്. ഹൗ ഡു യു ഡു എന്ന് ചോദിച്ചാൽ അവൻ എങ്ങനെയാണ് ആൻസർ പറയാറുള്ളത്? ക്വാക്ക്, ക്വാക്ക്. ഒരു സ്ട്രേഞ്ച് വോയിസിലാണ് ആൻസർ പറയുക അല്ലേ? ക്വാക്ക്, ക്വാക്ക്. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ക്വാക്ക്, ക്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡക്ക് നമ്മളോട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതൊരു സ്ട്രേഞ്ച് ടോക്കാണ്. A little pig lived in a sty, as fat as he could be, and when he asked for dinner, he cried loud, wee, wee. അടുത്ത നമ്മുടെ അനിമൽ ഫ്രണ്ട് ആരാണ്? എ ലിറ്റിൽ പിഗ്. എവിടെയാണ് നമ്മുടെ ലിറ്റിൽ പിഗ് താമസിക്കുന്നത്? ലിവ്ഡ് ഇൻ എ സ്റ്റൈ. പന്നിക്കൂട്ടിലാണല്ലേ? ആസ് ഫാറ്റ് ആസ് ഹി കുഡ് ബി. അവൻ എങ്ങനെയായിരിക്കുന്നത്? അവൻ എത്രത്തോളം തടിക്കാൻ കഴിയുമോ അത്രയും തടിച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത് അല്ലേ? ഫാറ്റാണ് അവൻ. ആൻഡ് വെൻ ഹി ആസ്ക്ഡ് ഫോർ ഡിന്നർ. അവൻ എങ്ങനെയാണ് ഡിന്നർ ചോദിക്കുക? ഹി ക്രൈഡ് അലൗഡ്. ഉറക്കി കരയും. എങ്ങനെയാണ് കരയുക? വി, വി. അങ്ങനെയാണ് കരയുക അല്ലേ? എങ്ങനെയാണ് കരയുക? വി, വി. നമ്മുടെ ലിറ്റിൽ പിഗ് എങ്ങനെയാണ് കരയുക? വി, വി. അതും ഒരു സ്ട്രേഞ്ച് ടോക്കാണല്ലേ? നമ്മളെങ്ങനെയാണ് ഫുഡ് ചോദിക്കുക? നമ്മുടെ അമ്മയോട് എങ്ങനെയാണ് ഫുഡ് ചോദിക്കാറുള്ളത്? മോം, ഐ ആം വെരി ഹംഗ്രി അല്ലേ? ഇവിടെ നമ്മുടെ ലിറ്റിൽ പിഗ് എങ്ങനെയാ ചോദിക്കുന്നത്? വി, വി. 3 pups lived in a kennel. എവിടെയാ നമ്മുടെ പപ്പീസ് താമസിക്കുന്നത്? lived in a kennel. എന്താണ് kennel?
നമ്മുടെ പപ്പിയുടെ വീടാണല്ലേ, പപ്പിയുടെ കൂടാണ് കെന്നൽ. ആൻഡ് ലൗഡ് ടു മേക്ക് എ റോ. അവർക്ക് എങ്ങനെ നിൽക്കാനാ ഇഷ്ടം? കണ്ടോ, റോ ആയി നിൽക്കാനാണ് അവർക്ക് ഇഷ്ടമല്ലേ? ഒരാളുടെ പിറകിൽ ഒരാളായി നിൽക്കാനാണ് നമ്മുടെ പപ്പിക്ക് ഇഷ്ടം. ആൻഡ് വെൻ ദേ മെന്റ് മേ വി ഗോ ഔട്ട്, ദേ സെഡ് ബൗ വൗ ബൗ വൗ. എങ്ങനെയാ? ബൗ വൗ ബൗ വൗ. നമ്മുടെ പപ്പി എങ്ങനെയാ ചോദിക്കാറുള്ളത്? മേ വി ഗോ ഔട്ട്, നമുക്ക് പുറത്തു പോയാലോ എന്ന് എങ്ങനെയാ ചോദിക്കുക? They said ബൗ വൗ ബൗ വൗ. സ്ട്രേഞ്ച് ടോക്ക് ആണല്ലേ? If all the animals talked as much as little girls and boys, and all of them tried to speak at once, wouldn't make a noise? ഈ അനിമൽസ് എല്ലാവരും നിങ്ങളെപ്പോലെ, കൊച്ചു ആൺകുട്ടികളെയും കൊച്ചു പെൺകുട്ടികളെയും പോലെ ഒരുമിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാലോ? ആൻഡ് all of them tried to speak at once. ഒരേ ശബ്ദത്തിൽ ഒരുമിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാലോ? ക്വാക്ക് 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 ക്വാക്ക്, വി വി, ഭൗ 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 ഭൗ. ഇവയെല്ലാം ഒരുമിച്ച് പറഞ്ഞാലോ? wouldn't make a noise. അതൊരു നോയ്സ് ആവില്ലേ? ഉറക്കെ സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് നോയ്സ് എന്ന് പറയുക. മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കുന്നതിനെയാണ് നോയ്സ് എന്ന് പറയുക. ഈ അനിമൽസ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക? wouldn't make a noise.